നമസ്കാരം. ഉച്ചക്കത്തെ സ്പെഷ്യൽ കൂമ്പ് മീൻകറി ഇരിപ്പുണ്ട്. മഞ്ഞക്കോര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ മഞ്ഞക്കോരയെന്നും പറയും, കിളിമീൻ എന്നും പറയും. കിളിമീൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് കിളിമീൻ എന്ന് പറയുന്നത്. ഇവിടെ മഞ്ഞക്കോരയെന്നാണ് പറയുന്നത്. ഇത് എൻ്റെ നാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിപ്പാട്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഫേസ്ബുക്കിൽ നേരത്തെ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നു, ഈ വെറുതെ ഇരുന്ന സമയം കളയുമല്ലേ തോണ്ടി ഓരോരുത്തരുടെ റീൽസും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എനിക്കും ഇങ്ങനെ ഇട്ടുകൂടാ? ഓരോരുത്തർ ഏണിങ്സ് ഉണ്ടാക്കുന്നു, ഓരോ റീൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ നമുക്കും അങ്ങനെ ആയിക്കൂടാ എന്ന് ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ ഇതൊക്കെ കാണുമ്പം ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇട്ടേക്കണം, കേട്ടല്ലോ. പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം? നിങ്ങളുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കൂമ്പ് തോരനാണ്. ഈ കൂമ്പ് തോരൻ ഞങ്ങൾ വൻപയറിട്ട് തോരൻ വയ്ക്കും, പരിപ്പിട്ട് തോരൻ വെക്കും, ചെറുപയറിട്ട് തോരൻ വയ്ക്കും. നിങ്ങളുടെ നാട്ടിലെങ്ങനെ വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഇല്ലാതെയും വയ്ക്കും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ കൂമ്പ്, വാഴപ്പിണ്ടി തോരൻ, പിന്നെ വാഴയ്ക്ക തോരൻ, വാഴയുടെ എല്ലാ ഐറ്റംസും എനിക്കിഷ്ടമാണ്. പിന്നെ വേറെന്തുകൊണ്ട്? ഓണമൊക്കെ എല്ലാവരും സുഖമായിട്ട് അടിച്ചു പൊളിച്ച. പക്ഷേ ആ സമയത്ത് നമ്മൾ ഓണത്തെപ്പറ്റി അയ്യോ ഓണം വരുന്നുണ്ട്, അടിച്ചു പൊളിക്കണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഭയങ്കര പ്ലാനിങ്. ഓണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഈ ഗർഭിണി ആകുമ്പോഴത്തേനും വയറ് വീർത്തിരിക്കും, പ്രസവം കഴിയുമ്പോൾ വയറ് ചൊക്കിയിരിക്കും. അന്നേ ഒരവസ്ഥ, ആ അവസ്ഥയാണ് ഓണം വരുമ്പോഴത്തേനും എല്ലാവരും സൗരി കൂട്ടി എല്ലാം വെക്കും. ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുത്തൻ്റെയും ഒരവൻ്റെയും ഒരവടെയും കീശയിലും ബാഗിലും പേഴ്സിലും ഒന്നുമില്ല. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഇവിടുത്തെ അവസ്ഥ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ മഴ. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുമോ? അതേ വീട്ടിൽ ഇങ്ങനെ കൊത്തിയിരിക്കുക. ഇന്നലെ പോയില്ല, ഇന്ന് പിന്നെ ഇച്ചിരി രാവിലെ വെയിലും വെട്ടമുള്ളത് കൊണ്ട് രാവിലെ അദ്ദേഹം ജോലിക്ക് പോയി. ജോലിക്ക് പോയെങ്കിലും ഇതാ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് മഴയാണ്. ഞാൻ പ്രാർത്ഥിക്കുമല്ലേ മഴയൊന്നും പോയി കിട്ടണേന്ന്. എന്ത് ചെയ്യാനല്ലേ? ഓരോ ദിവസം തള്ളി നിൽക്കുന്ന പാട് നമുക്കല്ലേ അറിയൂ. പിന്നെന്താ, അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.